നമസ്കാരം. ഒടുവിൽ കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപിക്ക് വഴങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. താൻ ഏറ്റെടുത്തിട്ടുള്ള തൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ തനിക്ക് സിനിമ അഭിനയത്തിൽ നിന്നുള്ള വരുമാനം കൂടിയേ തീരൂ. അതുകൊണ്ട് താൻ മന്ത്രിയായിരിക്കുമ്പോഴും സിനിമ അഭിനയിക്കുവാനുള്ള അനുവാദം കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും ഉണ്ടാകണം എന്ന് കാണിച്ചുകൊണ്ട് തന്നെ സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തോട് ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായോടും സുരേഷ് ഗോപി ഇത്തരം കാര്യങ്ങൾ രേഖാമൂലം തന്നെ അറിയിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതായത് സുരേഷ് ഗോപിയെ BJPയുടെ സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിൽ നിശ്ചയിക്കുന്ന സമയം മുതൽ തന്നെ സുരേഷ് ഗോപി ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു. താൻ ഏറ്റെടുത്ത പല പദ്ധതികളും പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിന് തനിക്ക് തീർച്ചയായും ഒരു 3-4 വർഷം കൂടി സിനിമയിൽ തുടരേണ്ടതുണ്ട്. താൻ ഏറ്റെടുത്ത പ്രൊജക്റ്റുകൾ അത്രത്തോളമുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ എത്ര തിരക്കുണ്ടായാലും തന്നെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരം കൂടി ഉണ്ടായിരിക്കണം എന്നാണ് നരേന്ദ്രമോദിയോടും അമിത്ഷായോടും സുരേഷ് ഗോപി രേഖാമൂലം തന്നെ പറഞ്ഞിരുന്നത്. എന്നാൽ കേരളത്തിൽ നിന്നും BJPക്ക് ഒരംഗത്തെയെങ്കിലും ജയിപ്പിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേന്ദ്രമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വർഷങ്ങളായി പണിയെടുത്തതിൻ്റെ പേരിൽ തന്നെയാണ് സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിന്നും BJP ടിക്കറ്റിൽ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് BJP അവരുടെ നേട്ടമായി പറയുന്നത്. എന്നാൽ ഈ നേട്ടത്തിൽ കേരള സംസ്ഥാന BJPക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്നുള്ളത് സംശയമാണ് എന്നാണ് കേരളത്തിൽ തന്നെയുള്ള പല BJP നേതാക്കളും പറയുന്നത്. കാരണം സുരേഷ് ഗോപിയെ BJPയുടെ നേതാവായി കേരളത്തിലെ പല ആളുകൾക്കും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. എന്നാൽ പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി തൃശ്ശൂരിലെത്തിയത് അല്ലെങ്കിൽ കേരളത്തിലെത്തിയത് 3 പ്രാവശ്യമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സുരേഷ് ഗോപി തൻ്റെ സ്വന്തം സ്ഥാനാർത്ഥിയാണ് എന്നാണ് പ്രധാനമന്ത്രി ഓരോ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിലും സംബന്ധിച്ചുകൊണ്ട് സംസാരിച്ചത്. അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിലും BJPയുടെ നേതാക്കളിൽ നിന്നും കേരളത്തിൽ നിന്നും 1-2 പേര് മാത്രമാണ് പ്രധാനമന്ത്രി കൂടെ കൂട്ടിയത്. അതിൽ ഏറെ മുമ്പിൽ നിന്നത് സുരേഷ് ഗോപി തന്നെയാണ്. ഇതിലൂടെയെല്ലാം സുരേഷ് ഗോപി തൻ്റെ സ്വന്തം പ്രതിനിധിയാണ്, സ്വന്തം സ്ഥാനാർത്ഥിയാണ്, വിജയിപ്പിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന തന്നെയാണ് പ്രധാനമന്ത്രി ജനങ്ങൾക്ക് മുന്നിൽ വച്ചത്. ആ അഭ്യർത്ഥന ജനം മാനിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നടക്കുമ്പോൾ ഒരു കാരണവരുടെ സ്ഥാനത്ത് നിന്ന്, കുടുംബകാരണവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ കല്യാണം മംഗളകരമായി തീർക്കുവാൻ വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ എത്തുകയുണ്ടായി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ അല്ലെങ്കിൽ അത്യപൂർവമായ സൗഭാഗ്യങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു അത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും കൊണ്ടുപിടിച്ചു ശ്രമിച്ചതിൻ്റെ പേരിൽ തന്നെയാണ് സുരേഷ് ഗോപിയെ കേരളത്തിൽ നിന്നും ജയിപ്പിച്ചെടുക്കാൻ സാധിച്ചത് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും കേന്ദ്ര പെട്രോളിയ കാര്യസഹമന്ത്രിയായി, ടൂറിസ കാര്യസഹമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ സുരേഷ് ഗോപി മറ്റൊരു കാര്യം കൂടി പറയുകയുണ്ടായി. താൻ ഏറ്റെടുത്ത തൻ്റെ പ്രൊജക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. താൻ പല പ്രൊജക്റ്റുകളിലും കമ്മിറ്റഡ് ആണ്. അത് തീർക്കുന്നതെങ്കിൽ തനിക്ക് ചുരുങ്ങിയത് ഒരു 3-4 വർഷത്തെ സമയം കൂടി ആവശ്യമുണ്ട്. അതുകൊണ്ട് തനിക്ക് മന്ത്രിയായിരിക്കുമ്പോൾ പോലും സിനിമ അഭിനയിക്കുവാനുള്ള അവസരം നൽകണം എന്നാണ് അഭ്യർത്ഥിച്ചിരുന്നത്. എന്നാൽ കേന്ദ്രമന്ത്രി അമിത്ഷായും നരേന്ദ്രമോദിയും ഇതിനോട് സുരേഷ് ഗോപിയുടെ ഈ ഒരു ആവശ്യത്തോട് അനുഭാവപൂർവ്വം പ്രതികരിച്ചിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം സുരേഷ് ഗോപി ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കുകയുണ്ടായിരുന്നില്ല. എന്നാൽ സുരേഷ് ഗോപി ഇക്കാര്യം പേർത്തും പറയുന്നുണ്ടായിരുന്നു. സിനിമ വേണോ മന്ത്രിപ്പണി വേണോ എന്നുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും താൻ ഏറ്റെടുത്തിട്ടുള്ള ഈ ചുമതലകളിൽ നിന്ന് തനിക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. മന്ത്രിപ്പണിയും ഗൗരവമുള്ളത് തന്നെയാണ്. താൻ നേരത്തെ ഏറ്റെടുത്ത സിനിമാ മേഖലയിലെ പ്രൊജക്റ്റുകളും ഗൗരവമുള്ളത് തന്നെയാണ്. താൻ മൂലം ആർക്കെങ്കിലും പണം നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടാവരുത്. പല പ്രൊജക്റ്റുകളും പകുതി ചിത്രീകരണമെല്ലാം കഴിഞ്ഞതാണ്, ചിലത് തുടങ്ങാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും സിനിമ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപി തീർത്തു പറഞ്ഞത്. എന്തായാലും സുരേഷ് ഗോപിയുടെ അത്തരം അഭ്യർത്ഥന ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ചെവിക്കൊണ്ടിരിക്കുന്നു. നരേന്ദ്രമോദിയും അമിത്ഷായും തത്വത്തിൽ സുരേഷ് ഗോപിക്ക് സിനിമ അഭിനയിക്കുവാൻ അനുമതി കൊടുത്തിരിക്കുന്നു. എന്തായാലും ഔദ്യോഗിക അറിയിപ്പ് ഉടനെ തന്നെ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. 8 ദിവസത്തേക്കാണ് സുരേഷ് ഗോപിക്ക് ആദ്യം അനുമതി കൊടുത്തിരിക്കുന്നത്. എന്നാൽ 8 ദിവസം കൊണ്ട് ഒരു സിനിമയുടെ ചിത്രീകരണത്തിൻ്റെ ഏതെങ്കിലും ഒരു സീൻ പോലും ചിത്രീകരിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇന്നത്തെ സിനിമാ ജോലികൾ നീങ്ങുന്നത്. അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് മതിയായ സമയം BJP കേന്ദ്ര നേതൃത്വം അനുവദിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. സുരേഷ് ഗോപി പുതിയതായി അഭിനയിക്കുന്ന ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ ചിത്രീകരണമാണ് ആദ്യം നടക്കുക. അതിനുവേണ്ടി അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ താടിയും
മുടിയുമെല്ലാം നീട്ടി വളർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സിനിമ മേഖലയിലേക്ക് ഇനി ജോലിക്ക് പോകാൻ തൽക്കാലം അനുമതി കിട്ടില്ല എന്നുള്ള ഒരു അവസരം ഉണ്ടായതോടുകൂടി അത്തരം സാഹചര്യങ്ങൾ മനസ്സിലാക്കി സുരേഷ് ഗോപി താൻ നീട്ടി വളർത്തിയ താടിയും മുടിയുമെല്ലാം അടുത്ത കാലത്ത് എടുക്കുകയുണ്ടായി. ഇക്കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പങ്കെടുത്ത ഒരു ചടങ്ങിൽ സുരേഷ് ഗോപി താടിയുമെല്ലാം വടിച്ച് നല്ല സുന്ദരക്കുട്ടപ്പനായി നിൽക്കുന്ന ചിത്രമാണ് കണ്ടത്. എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും സിനിമയിൽ അഭിനയിക്കാം എന്ന തത്വത്തിൽ ഒരു ധാരണ ഉണ്ടായതോടുകൂടി സുരേഷ് ഗോപി ഇപ്പോൾ താടി വളർത്തി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്ത ആഴ്ച തിരുവനന്തപുരത്ത് ഒറ്റക്കൊമ്പന്റെ ഷൂട്ടിംഗ് തുടങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുരേഷ് ഗോപി വീണ്ടും സിനിമയിലേക്ക് വരുന്നത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയായിരിക്കും. എന്നാൽ സുരേഷ് ഗോപി തൻ്റെ സിനിമാ സ്വപ്നങ്ങളും താൻ ഒരു കലാകാരൻ എന്നുള്ളതിലുപരി തന്നെ ഇതിലൂടെ കിട്ടുന്ന വരുമാനം താൻ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു കാരണവശാലും തനിക്ക് മുടക്കാൻ സാധിക്കില്ല. അത്രത്തോളം താൻ ഏറ്റെടുത്തിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തനിക്ക് സാമ്പത്തികമായ വരുമാനം വേണം. അത് തൻ്റെ ജോലിയായ സിനിമയിൽ നിന്നാണ് തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം സിനിമാഭിനയം അല്ലെങ്കിൽ തൻ്റെ വരുമാന മാർഗം കേന്ദ്ര സർക്കാരായി മുടക്കരുത് എന്ന് തന്നെയാണ് കേന്ദ്രത്തിന് മുന്നിൽ സുരേഷ് ഗോപി വച്ചിരുന്ന അപേക്ഷ. എന്തായാലും ആ അപേക്ഷ ഇപ്പോൾ കേന്ദ്രം ചെവിക്കൊണ്ടിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ വിലക്കുകൾ നീങ്ങിയിരിക്കുന്നു. സുരേഷ് ഗോപിക്ക് സിനിമ അഭിനയിക്കുവാൻ തത്വത്തിൽ കേന്ദ്രത്തിൽ നിന്നും അനുമതി കിട്ടിയിരിക്കുന്നു. നരേന്ദ്രമോദിയും അമിത്ഷായും സുരേഷ് ഗോപിക്ക് സിനിമാ അഭിനയത്തിന് വേണ്ടി പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു. ആദ്യ ക്ലാപ്പ് അടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.